ഹായ് ഫ്രണ്ട്സ്, ജി സ്റ്റാറിൻ്റെ കുറേ പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 842 എന്ന് പറയുന്ന ഒരു 2.1 റിമോട്ട് കിറ്റാണ്. മാർക്കറ്റിൽ ഇതിനു മുമ്പ് നമ്മൾ HDMI മേയർസൊക്കെ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റ റിമോട്ട് കിറ്റ് ഉള്ളായിരുന്നു, അത് ജി സ്റ്റാറിൻ്റെ. അപ്പോൾ അവരുടെ ഒരു പുതിയൊരു അപ്ഡേറ്റഡ് വേർഷനാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നല്ല ക്വാളിറ്റി ആയിട്ട് പാക്കൊക്കെ ചെയ്തുള്ള സേഫായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. ഇതാണ് നമ്മളെ പറഞ്ഞ 2.1 റിമോട്ട് കിറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 മൈക്ക്, എയർസ് ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഇതെല്ലാം കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ചെറിയൊരു നോയ്സോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരതിൽ നിന്ന് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ട് പുതിയ ക്വാളിറ്റി ഉള്ള രീതിക്ക് തന്നെയാണ് അവരത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ ചെക്ക് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്കിതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. നോയ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നോക്കുവാണെങ്കിൽ മൈക്ക് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ കൊയാക്സിലുണ്ട്, ഓക്സ് ഉണ്ട്, ഒപ്റ്റിക്കലുണ്ട്, എയർസ് ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്, വലിയൊരു ഡിസ്പ്ലേ. നമ്മൾ ഇതൊക്കെ വെച്ച് ആമ്പൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ബ്രാൻഡ് സെറ്റപ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ്, ബോർഡ്, PCB എല്ലാം നല്ല പക്ക ഒരു ഹൈ ക്വാളിറ്റി രീതിക്ക് തന്നെയാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വേർഷൻ 2 ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോഫ്റ്റ്വെയറിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് അവരുടെ പഴയ ഇഷ്യൂസ് എല്ലാം അവർ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു നോയ്സിൻ്റെ ഒരു ഇഷ്യൂ പഴയതിൽ പറഞ്ഞായിരുന്നു. പുതിയതിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പക്ക ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഞാൻ റീൽസിൽ നമ്മളിതിൻ്റെ ചെക്കിംഗ് വീഡിയോ നിങ്ങൾ ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. നമുക്കൊരു ഡിജിറ്റൽ ഇൻപുട്ട് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു 2.1 റിമോട്ട് കിട്ടുന്ന തന്നെ പറയാം. മൈക്കിലൊക്കെ ആണെങ്കിൽ ബാസ്, മൈക്കിൻ്റെ എക്കോ, ഡിലേ ഇതെല്ലാം നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എയർസിയിലാണെങ്കിലും ഒപ്റ്റിക്കലാണെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടും നമുക്കിതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റിമോട്ടിലേക്ക് നോക്കുവാണെങ്കിൽ പഴയ സെയിം റിമോട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. കാരണം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ട് തന്നെയായിരുന്നു. ഇതിനകത്ത് നമുക്ക് ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബാസ് നമ്മൾ കൂട്ടുന്ന സമയത്ത് സബിൻ്റെ ബാസും കൂടെ കൂടും. ആ രീതിക്കാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബിന് സെപ്പറേറ്റ് സബ് ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ലൊരു ബേസ് കിട്ടുന്നുണ്ട്. നിങ്ങളതല്ല സബിന് നമുക്ക് നോർമൽ ബാസ് കൂട്ടുമ്പോൾ സബിന് കൂടുവാണെങ്കിൽ അതിനൊരു നമ്മൾ പ്രീ ഔട്ടിനൊരു കൺട്രോളും കൂടെ വെച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മൈക്കിൻ്റെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്കോ ഉണ്ട്, ഇക്വലൈസർ ഉണ്ട്. അങ്ങനെ ഒരു 2.1 അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഉപകാരമായിട്ടുള്ള ഒരു അടിപൊളി ഒരു റിമോട്ട് കിറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക. ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും മേടിക്കാവുന്നതുള്ളൂ. www.dinosaur.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മെറ്റൽ ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു ബാക്ക് പാനലും കൂടെ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കിറ്റിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഇനിയും കുറേ പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ അടുത്ത വീഡിയോ തന്നെ വരുന്നതായിരിക്കും. ഇതിൻ്റെ ചെക്കിംഗ് വീഡിയോ ഞാൻ റീൽസിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബൈ.